നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നെറ്റ്സ യഹൂദയെ കളത്തിലിറക്കി ശത്രുക്കളെ നേരിടുകയാണ് ഇസ്രയേൽ. ഈ സംഘം യുദ്ധക്കളത്തിലുള്ളത് ഇറാൻ സേനയെ ഭയപ്പെടുത്തുന്നുണ്ട്. കയ്യിൽ കിട്ടിയാൽ തീർന്നു, കൊല്ലാതെ കൊല്ലും. ഗാസയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴും ഹമാസ് ഭീകരർ ഭയപ്പെട്ടത് നെറ്റ്സ യഹൂദയെയാണ്. കാരണം ക്രൂരതയ്ക്ക് കുപ്രസിദ്ധമാണ് ഈ സംഘം. അവർക്ക് ഇസ്രയേൽ എന്ന രാജ്യമാണ് വലുത്. അതിനു നേരെ ആര് വാളെടുത്താലും അവരുടെ തലയെടുക്കും. തീവ്ര യാഥാസ്ഥിതിക വലതുപക്ഷ കാലാൾപ്പട, ജൂതവിശ്വാസങ്ങൾ പാലിക്കുന്ന സംഘം, അതാണ് നെറ്റ്സ യഹൂദ. ഇനിയിപ്പോൾ ഇസ്രയേലിന് നേരെ സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തിരിഞ്ഞാലും തീർത്തിരിക്കും. ഇറാനുമായി എപ്പോൾ വേണമെങ്കിലും യുദ്ധമെന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇസ്രയേൽ. ഈ സമയത്ത് അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിനിട്ടൊരു പണി. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പൌരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇസ്രയേൽ സൈനിക യൂണിറ്റായ നെറ്റ്സ യഹൂദ ബറ്റാലിയന് US ഉപരോധം ഏർപ്പെടുത്തും. US നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു. ഭീകരർക്കെതിരെ പൊരുതുന്ന തങ്ങളുടെ സൈന്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുന്നത് ധാർമ്മികമല്ലെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ വംശജർക്കെതിരെ അക്രമങ്ങൾ നടത്തിയ ഇസ്രയേലി പൌരന്മാർക്ക് US നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാദ്യമായാണ് സൈനിക യൂണിറ്റിനെതിരെ ഉപരോധ നീക്കം. US കൂടുതൽ പ്രതികരിച്ചിട്ടില്ല. ഉപരോധം നടപ്പാക്കിയാൽ USന്റെ ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നെറ്റ്സ യഹൂദയ്ക്ക് ഉപയോഗിക്കാനാകില്ല. US സൈന്യവുമായുള്ള സംയുക്ത പരിശീലനത്തിനും വിലക്ക് വരും. ഗാസ വിഷയത്തിൽ ഇസ്രയേൽ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുകയാണ്. അമേരിക്കയുടെ നീക്കത്തിലൂടെയാണ് ഭിന്നത പരസ്യമാകുന്നത്. ഇതാദ്യമായാണ് ഇസ്രയേലിനെതിരെ അമേരിക്ക ഉപരോധ നീക്കം നടത്തുന്നത്. ഇസ്രയേലി പ്രതിരോധ സേനയുടെ ഏതെങ്കിലും യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്നാണ് നെതന്യാഹുവിന്റെ വെല്ലുവിളി. 2022 നെറ്റ്സ യഹൂദ സൈനികർ വെസ്റ്റ് ബാങ്കിൽ തടവിലാക്കിയ 78-കാരനായ അമേരിക്കൻ പലസ്തീനി ഉമർ അസദിനെ കണ്ണും കയ്യും കെട്ടി കൊടും തണുപ്പുള്ള മേഖലയിൽ ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നെറ്റ്സ യഹൂദ ബറ്റാലിയൻ കമാൻഡറെ ശാസിക്കുകയും 2 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. സമാനമായ നിരവധി കുറ്റങ്ങൾ ഈ സൈനിക യൂണിറ്റിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട്. തീവ്ര ചിന്താഗതിക്കാരായ ഇസ്രയേലി കുടിയേറ്റക്കാരാണ് ഈ യൂണിറ്റിലെ അംഗങ്ങൾ. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് മേൽ അമേരിക്ക ഏപ്രിൽ 19 നിരവധി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നെറ്റ്സ യഹൂദയ്ക്കെതിരെയും അമേരിക്ക നടപടിക്കൊരുങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് അമേരിക്കയ്ക്ക് ഇസ്രയേലുമായി വർദ്ധിച്ചുവരുന്ന അസ്വാരസ്യങ്ങളുടെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേൽ പ്രധാനമന്ത്രിക്കു പുറമെ വാർ ക്യാബിനറ്റ് അംഗം ബെന്നി ഗാൻസും അമേരിക്കയുടെ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചിരുന്നുവെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഇസ്രയേലിനെതിരായ ഏതൊരു ഉപരോധവും അബദ്ധമാകുമെന്നും ഗാൻസ് പ്രതികരിച്ചു. അതേസമയം ഇസ്രയേലി സൈനിക, പോലീസ് യൂണിറ്റുകൾ എന്നിവയെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കണമെന്ന് ഇസ്രയേൽ ലീഹി വെറ്റിംഗ് ഫോറം മാസങ്ങൾക്ക് മുൻപ് ആന്റണി ബ്ലിങ്കനോട് ശുപാർശ ചെയ്തിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ധനസഹായം, ആയുധങ്ങൾ എന്നിവയൊന്നും നെറ്റ്സ യൂണിറ്റിലെ സൈനികർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം ശനിയാഴ്ചയാണ് അമേരിക്ക ഇസ്രയേലിന് $17,000 കോടി പ്രതിരോധ സഹായം അനുവദിച്ചത്. ഏകദേശം $520 കോടി ഇസ്രയേലിന്റെ മിസൈൽ, റോക്കറ്റ് പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനും നൂതന ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനും $350 കോടി ഇസ്രയേലിന് ഇത്തരത്തിൽ ലഭിക്കും. അമേരിക്ക ഇത്തരത്തിലൊരു സഹായം ഇസ്രയേലിന് നൽകുന്നതിനോടൊപ്പം തന്നെയാണ് അവരുടെ ഒരു സൈനിക യൂണിറ്റിനും കൂടി ഉപരോധം ഏർപ്പെടുത്താനുള്ള മറ്റൊരു നീക്കവും നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഇസ്രയേൽ ഭരണകൂടത്തിൽ നിന്ന് പലരും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഉപരോധ നീക്കങ്ങളെ എല്ലാ തരത്തിലും പ്രതിരോധിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഉപരോധം പരിധി കടന്നുള്ള നീക്കമാകുമെന്ന് ഇറ്റാമർ ബെൻഗ്വിർ, ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി, പ്രതികരിച്ചു. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അംഗീകരിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് ഇസ്രയേൽ ധനമന്ത്രി ബെസാലേൽ സ്മോട്രിച്ച് പറഞ്ഞു. നെറ്റ്സ യഹൂദയെ ഉപരോധിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. കാരണം നെറ്റ്സ യഹൂദ
ക്രൂരതയ്ക്ക് കുപ്രസിദ്ധമാണ്. സ്ഥാപിച്ചത് 1999-ലാണ്. 1000-ലേറെ പുരുഷ അംഗങ്ങൾ ഇതിലുണ്ട്. വനിതാ സൈനികരുമായി ഇടപെടാൻ അനുവദിക്കാറില്ല. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ക്രൂരതകൾക്കും പേരുകേട്ട സംഘം. തീവ്ര യാഥാസ്ഥിതിക വലതുപക്ഷ കാലാൾപ്പടയെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ജൂതവിശ്വാസങ്ങൾ പാലിക്കുന്ന സംഘം. മതപഠനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം സമയം കണ്ടെത്തും. പലസ്തീനികളെ തടവിലാക്കി പീഡിപ്പിക്കുന്നതിൽ ലഹരി കണ്ടെത്തിയ സംഘം. 2022 പലസ്തീൻ US പൗരൻ കസ്റ്റഡിയിൽ മരിച്ചതിൽ അന്ന് US അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. 2022 ഡിസംബറിൽ വെസ്റ്റ് ബാങ്കിന് പുറത്തേക്ക് ഈ സംഘത്തെ മാറ്റി. ശേഷം വടക്കൻ ഇസ്രയേലിൽ പ്രവർത്തിക്കുവരികയാണ്. ഗാസയിലും വിന്യസിച്ചിരുന്നു. $2,600 കോടി ഇവർക്ക് സഹായം കൊടുക്കുന്നത്. ഇപ്പോൾ നെറ്റ്സ യഹൂദയ്ക്കെതിരെ അമേരിക്ക നീക്കം തുടങ്ങിയതോടെ കലിതുള്ളി രംഗത്തിറങ്ങിയിരിക്കുകയാണ് IDF. കാരണം IDFന്റെ യൂണിറ്റാണ് നെറ്റ്സ യഹൂദ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.